എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേയായി ഒരു വീഡിയോ എടുത്തിട്ട് ചൂട് എന്താ ചൂട് കാരണം ഇപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. എന്താ വെച്ചാൽ വിഷുവിന് ഉണ്ടാക്കാത്ത മാങ്ങേൻ്റെ കൂട്ടാൻ, മാങ്ങാപ്പുളിശ്ശേരി എന്നും പറയും. ഇപ്പോൾ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള കൂട്ടാനാണ്. ഈ പഴുത്ത മാങ്ങ വെച്ച് കൂട്ടാൻ പറഞ്ഞാൽ പലതരത്തിൽ ഉണ്ടാക്കും ആളുകൾ. ഇത് തന്നെയാണ് മാങ്ങാപ്പുളിശ്ശേരി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അത് മാങ്ങാപ്പുളിശ്ശേരിക്കുള്ള മാങ്ങയാണ്. പിന്നെ ഇത് കോവയ്ക്ക കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം നമുക്കിന്ന്. 2 വിഭവങ്ങളാണ്. അപ്പം ഞാൻ ഇത് കോവയ്ക്ക ഇതിങ്ങനെ അരിയുന്നത് കാണിക്കാൻ വേണ്ടി 2 എടുത്ത് വെച്ചാൽ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. ഒരു 2, 3 4 ആക്കിയിട്ട് അരിയുക. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ അധികം വിഷമടിച്ചതൊന്നുമല്ല. ഇതവിടെ ഇരിക്കട്ടെ. ഈ മാങ്ങാപ്പുളിശ്ശേരിൻ്റെ മാങ്ങ പണ്ടൊക്കെ വിഷുവിനൊക്കെ മാങ്ങ കൂട്ടാനാണ് പ്രധാനമല്ലോ. എന്ന് പറഞ്ഞാൽ സാമ്പാർ, അവിയൽ അതൊക്കെ എല്ലാ സദ്യക്കും ഉണ്ടാക്കുന്നതല്ലേ. ഇത് മാങ്ങ കൂട്ടാനും പിന്നെ ചക്ക കൊണ്ടുള്ള കൂട്ടാനുമാണ് വിഷുവിന് ഞാൻ കൂടുതൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി വിഭവങ്ങൾക്കൊക്കെ പ്രസക്തി. മാങ്ങ കൂട്ടാനും ചക്ക, കാരണം ആ സമയത്താണല്ലോ ഈ മാങ്ങയും ചക്ക അധികം ഉണ്ടാവുന്നത്. അതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് ആദ്യം തോല് മുഴുവൻ കളഞ്ഞെടുക്കണം. ഇപ്പം മാങ്ങാക്കാലത്ത് ഇപ്പം മാങ്ങ കൂട്ടാൻ വെക്കാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ, എല്ലാവരും വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിന് പുതുമയൊന്നുമില്ല. എന്നാലും എങ്ങനെയാണ് വെക്കുന്നത്, പലരും പല വിധത്തിലല്ലേ വെക്കുക, എങ്ങനെയാണ് ഇവിടെയൊക്കെ വെക്കുകയെന്ന് കാണാമെന്ന് മാത്രം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചട്ടിയിലോ അല്ലെങ്കിൽ കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ മാങ്ങ കൂട്ടാനൊക്കെ, അപ്പോൾ അതിന് രുചി ഉണ്ടാവുള്ളൂ. ഇത് നന്നായി ഞെരടി ചേർത്തിട്ട് അതിലിടും ചെയ്യട്ടെ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് വേവട്ടെ. അതിലേക്ക് കുറച്ച് നല്ല വാസന വരുന്നത് കിട്ടോ മാങ്ങേൻ്റെ. കുറച്ച് ഉപ്പ്, പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി നോക്കിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി വേണമെന്നില്ല, വേണ്ടവർക്ക് ഇടാം. ഞാനൊരു ലേശം മുളക് പൊടി ഇടുകയാണ് കേട്ടോ. മാങ്ങ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് മുളക് പൊടി ഞാനിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പറ്റും. മാങ്ങ വേവാനുള്ള വെള്ളം ഒഴിക്കുകയാണ് ഞാൻ. ഇവിടെ കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. ഇനി ഇതവിടെ കിടന്ന് വേണം. 2, 3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. അത് വേവുമ്പോഴേക്ക് നമുക്ക് ഈ കോവയ്ക്ക ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് ശരിയാക്കി വയ്ക്കാം. കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ, ലേശം മതി. ഗരം മസാല കുറേ ഉണ്ടാക്കാം. ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് വെള്ളമാക്കി വെച്ചിരിക്കും, 1 സ്പൂണ് കോൺഫ്ലോർ. മാങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഇട്ട് വെള്ളം വറ്റണം. മാങ്ങ ഇട്ടിട്ട് എന്നിട്ട് അരച്ച് ചേർക്കണം കേട്ടോ. ശരിക്കും വെള്ളരിക്കയും ചേർക്കും ചിലർ. പക്ഷേ മാങ്ങാക്കൂട്ടാന്ന് പറയുമ്പോൾ മാങ്ങ മാത്രമേ ഉള്ളൂ അതിൻ്റേതായ ഒരു രീതിയിൽ. മാങ്ങയും വെള്ളരിക്കയും പിന്നെ സാധാരണ വെക്കുന്ന കറിയും. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു അരയ്ക്കാം. 1 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളറൊക്കെ വേണമെങ്കിൽ 1/2 സ്പൂൺ ലേശം കാശ്മീരി ചില്ലി ഇടാം കേട്ടോ.
ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് തേങ്ങ ഇടണം. തേങ്ങ കുറച്ച് ജാസ്തി വേണം. 2 പിടിയോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക്, കുറച്ച് ജീരകം, കടുക് അരച്ച് ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ. കടുക് പച്ചടിയിൽ മാത്രമേ അരക്കുള്ളൂ. ഇതിൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് അരച്ചിട്ട് തരാം. കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് അരച്ചിട്ട് നിൽക്കാം. 8 മിനിറ്റ് മാങ്ങ വെന്തതാണ്. ഞാൻ ഈ അരപ്പതിലേക്ക് ചേർത്ത് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് തിളയ്ക്കണം. ഈ അരപ്പിൻ്റെ തിളച്ചിട്ടുണ്ട്. മാങ്ങാക്കറി കൂട്ടാൻ അധികം വെള്ളത്തോടെ ഉണ്ടാവില്ല കേട്ടോ. മാമ്പഴ പുളിശ്ശേരി പറയുമ്പോൾ കുറച്ച് വെള്ളം അധികം ഉണ്ടാവില്ല. ഇതൊന്ന് തിളക്കട്ടെ. മാങ്ങ കൂട്ടാനൊക്കെ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് തൈര് വെക്കാം. ഒന്ന് ചൂടാറിയിട്ട് ഈ കൂട്ടാനൊന്ന് കുറച്ച് തണുത്തിട്ട് ഒഴിച്ചാലും മതി. കാരണം ചൂടോടെ ഒഴിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. പിന്നെ തൈര് നന്നായി ഉടച്ചിട്ട് വേണം ഒഴിക്കാൻ. അത് പെട്ടെന്ന് പിരിഞ്ഞു. മിക്സിയിൽ അടിച്ചിട്ട് ഉടച്ച് ഒഴിക്കുക. നമുക്ക് ഇതിലേക്കൊന്ന് വറവിടണം. വറവിട്ടിട്ട് ഈ സ്റ്റവ് വെച്ചിട്ടുണ്ട്. നെയ്യിൽ വറവിടണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു രുചി വരുള്ളൂ. കുറച്ച് കടുക്, കടുകൊന്ന് പൊട്ടട്ടെ. ലേശം ഇടുക. രണ്ട് മൂന്ന് വറ്റൽമുളക്, കറിവേപ്പില, നമ്മുടെ കറികളുടെ ഒക്കെ ടേസ്റ്റ് വളരാണ് വെക്കുന്നത്. ഇത് ഒന്നും ചെയ്യണ്ട, ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ കുറച്ച് എടുത്തോ. കോവയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. കറിവേപ്പില വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 15 മിനിറ്റോളം അതിങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം.
ലോ ഫ്ലെയിമിലിടുകയാണ്. ഒന്ന് ആവട്ടെ. കോവയ്ക്ക ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇടാണ് കേട്ടോ ഫ്രൈ ചെയ്തത്. മാങ്ങാക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മാങ്ങാക്കൂട്ടാനും മാങ്ങാപ്പുളിശ്ശേരി മാങ്ങാക്കൂട്ടാനും കോവയ്ക്ക ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇന്ന് ഉച്ചത്തെ ഭക്ഷണം ഇതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മാങ്ങാക്കൂട്ടാൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ പോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.